മഴത്തോരു മുൻപ് എന്ന മനോഹരമായ പരമ്പരയിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അലീനെ ഒന്ന് പുറത്തുപോയി തിരികെ എത്തിയപ്പോഴേക്കും ആ വീട്ടിലെ സർവ്വത്ര ജോലികളും പൂർത്തിയാക്കി നിൽക്കുന്ന ബബിതയെയാണ് കണ്ടത്. തൻ്റെ ഉള്ളിലുള്ള സന്തോഷം മറച്ചുവെക്കാതെ അലീന പറയുന്നുണ്ട്, നീ ഇന്ന് ജോലിയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ. ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞതുപോലെ. അപ്പോൾ ബബിത പറയുകയാണ്, ഇനി എനിക്ക് മരിക്കണ്ട ചേച്ചി, എനിക്ക് ജീവിക്കണം. പക്ഷേ അലീന ചേച്ചി വേണം എൻ്റെ കൂടെ. അയ്യോ, എന്നും എനിക്കിങ്ങനെ താമസിക്കാൻ പറ്റില്ലല്ലോ മോളെ ഇവിടെ. എന്നാലും എൻ്റെ മനസ്സെപ്പോഴും നിൻ്റെ കൂടെ ഇവിടെ ഉണ്ടായാൽ പോരെ? പോരാ, ഞാൻ വേണ്ടെന്ന് വെച്ചതാ ചേച്ചി ഈ ജീവിതം. അലീന ചേച്ചി കാരണമാണ് പിന്നെയും. അപ്പോൾ പെട്ടെന്ന് അലീന പറയുകയാണ്, മോളെ, നമുക്ക് എവിടെ പോയാലും തിരിച്ചു വരാം. പക്ഷേ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ? ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു ജീവിതം വീണ്ടും കിട്ടുമോ? അച്ഛൻ്റെ മോളായി, അമ്മയുടെ തൽസ്വരൂപമായി, കൃഷ്ണമോളുടെ ചേച്ചിയായി, എൻ്റെയും രോഹിത്തിൻ്റെയും അനുജത്തിയായി ഇതേ വീട്ടിൽ നിനക്ക് എന്നെങ്കിലും തിരിച്ചു വരാൻ പറ്റുമോ? ഒരിക്കലുമില്ല. മരണം ഒരു ഇരുട്ടല്ലേ മോളെ? ആകാശവും നക്ഷത്രങ്ങളും നിലാവും കാറ്റും മലകളും സമുദ്രങ്ങളും മരങ്ങളും ചെടികളും പൂക്കളും ചിത്രശലഭങ്ങളും തുമ്പികളും മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും നിറവും മണവും ശബ്ദവും വെളിച്ചവും എല്ലാമുള്ള ഈ ലോകത്ത് നിന്ന് ആ ഇരുട്ടിലേക്ക് ആരോടും പറയാതെ ഒളിച്ചോടി പോകുവാൻ നിനക്ക് എങ്ങനെ തോന്നി മോളെ? അത്രയ്ക്ക് വേദനിച്ചിട്ടാ ചേച്ചി. എനിക്ക് ആരുമില്ല എന്ന് തോന്നി. ഒരിടത്തും വെളിച്ചമൊന്നും ഞാൻ കണ്ടില്ല. മനുഷ്യനിങ്ങനെ ചതിക്കാൻ പറ്റുമോ? മനുഷ്യനിങ്ങനെ ചെകുത്താനാകാൻ പറ്റുമോ? എനിക്കിനി ഈ ലോകത്ത് ജീവിക്കണ്ടെന്ന് തോന്നി. അത് കേട്ടുകൊണ്ട് അലീന അവളെ തടക്കിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് അലിവോടെ നോക്കി. അപ്പോൾ ബബിത വീണ്ടും പറയുകയാണ്, അലീന ചേച്ചി എന്നോട് ചോദിച്ചില്ല എന്തായിരുന്നു അതിൻ്റെ കാരണമെന്ന്. മോളെ, നീ പറയുമെന്ന് എനിക്കറിയാം. ചോദിക്കാതെ തന്നെ നിന്റെ മനസ്സ് അതിന് പാകപ്പെടട്ടെ എന്ന് ഞാൻ കരുതി. അതാ മിണ്ടാണ്ടിരുന്നത്. ഞാൻ പറയാം ചേച്ചി, ഇല്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും. ഈ ലോകത്ത് ആരോടും പറയാതെ പോണമെന്ന് ഞാൻ വിചാരിച്ചതാ. ഇനി എനിക്ക് താങ്ങാൻ വയ്യ. അലീന ചേച്ചിയെങ്കിലും അതറിയണം. നീ പറഞ്ഞു. തുടർന്ന് അലീന അവളുടെ കവളത്തേക്ക് കൈത്തലവും അർപ്പിച്ച് അവളുടെ മുഖത്തേക്ക് ഒരു മന്ദസ്മിതത്തോടെ നോക്കിയിരിക്കുകയാണ്. ഉടൻ തന്നെ സിദ്ധാർത്ഥനെ കണ്ടുമുട്ടിയ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ബബിത ആരംഭിച്ചു. താരാകൃഷ്ണനുണ്ണി എന്ന സീനിയർ സ്റ്റുഡൻറ്റിൻ്റെ സഹോദരൻ, തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ജോലി. പെങ്ങളെ കാണാൻ ആങ്ങള വരുന്നു. പെങ്ങൾ തനിച്ചു പോകുവാൻ മടിച്ച് കൂട്ടുകാരികളെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ആങ്ങളയെ സ്വീകരിക്കുന്നു. ചിലപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുന്നു, മറ്റു ചിലപ്പോൾ ഐസ്ക്രീം കഴിക്കുന്നു. ചില വാരാന്ത്യങ്ങൾ ആങ്ങള കാറുമായി വന്ന് പെങ്ങളെയും കൂട്ടി ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോകുന്നു. പഞ്ചാബ് ഹോട്ടൽ കയറി തന്തൂരി ചിക്കൻ കഴിക്കുന്നു. ആകെക്കൂടി ധനികവും സമൃദ്ധവും മോഹനസുന്ദരവുമായ ഇടവേളകൾ. ഉദാരമനസ്കരായ ആളുകൾ. ഒഴിവു സമയങ്ങളിൽ ഹോസ്റ്റൽ റൂമിൽ കുത്തിയിരുന്ന് പഠിക്കുന്നത് പോലുമല്ല, ഇത്തരം ഉല്ലാസവേളകളാണ് ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കുന്നതെന്ന് ബബിതയ്ക്ക് തോന്നിയിരുന്നു. കൂട്ടുകാരികളുടെ പ്രേരണയും നിർബന്ധവും പ്രലോഭനവുമെല്ലാം സിദ്ധാർത്ഥനുമായിട്ടുള്ള പ്രണയത്തിലേക്ക് നയിക്കുന്നതിന് വഴികാട്ടിയായിരുന്നു. താരാകൃഷ്ണനുണ്ണിക്ക് പ്രണയിക്കുവാൻ ഒരാളുണ്ട്. സോണിയ ഡേവിഡിനുമുണ്ട് ഒരാൾ. ചേച്ചിമാർ ബബിതയെ കൂടി അവരുടെ നിലവാരത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ തയ്യാറാണ്. അവർ അവൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണന അവളെ അഭിമാനം കൊള്ളിക്കുന്നുമുണ്ട്. കാരണം താരയുടെയും സോണിയുടെയും സ്നേഹഭാജനമാണ് ബബിത. വീട്ടിൽ അംഗീകാരവും സാന്ത്വനവും കിട്ടാത്തവൾക്ക് പുറമേ നിന്ന് ലഭിച്ച വലിയൊരു അംഗീകാരം. അവരുടെ ഒരു സ്നേഹവാക്കിൻ്റെ മുൻപിൽ അവൾ ആലിപ്പഴം പോലെ അലിഞ്ഞു പോകുന്നു. ഒപ്പത്തിനൊപ്പം നിർത്തി അംഗീകരിക്കുന്നവരോട് അവൾക്ക് എന്തെന്നില്ലാത്ത കൂറും നന്ദിയും കടപ്പാടും. അവരുടെ വാത്സല്യം അവളുടെ ഹൃദയത്തെ തണുപ്പിച്ചു. അവർ അവൾക്ക് വേണ്ടി കരുതുന്ന സമ്മാനങ്ങൾ വാനോളം അവളെ ഉയർത്തി. ബബിത സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന താരച്ചേച്ചിയുടെ സഹോദരനാണ് പ്രണയാഭ്യർത്ഥനയുമായി മുൻപിലെത്തിയിരിക്കുന്നത്. എതിർക്കുമെന്ന് പേടിച്ചിരുന്ന താരച്ചേച്ചി ഗ്രീൻ സിഗ്നൽ കാട്ടിയതോടെ അവൾക്ക് ധൈര്യമായി. കൂട്ടുകാരുടെ അംഗീകാരവും പ്രോത്സാഹനവുമുണ്ട്. നല്ല കുടുംബക്കാരെന്നാണ് ധരിപ്പിച്ചിരിക്കുന്നത്. ആഴ്ചയുടെ ഇടദിവസങ്ങളിൽ ഒഴിവ് വന്നാൽ വീട്ടിൽ പോകാതെയായി. ചിലപ്പോൾ വീക്കെൻഡുകളിലും ബീച്ച്, പാർക്ക്, സിനിമാശാലകൾ, റെസ്റ്റോറൻറ്റുകൾ, ഐസ്ക്രീം പാർലറുകൾ തുടങ്ങിയവയൊക്കെയാണ് സ്വൈരവിഹാര വേദികൾ. ആദ്യമൊക്കെ ബബിതയ്ക്കൊപ്പം കൂട്ടുവരുമായിരുന്ന താരയും സോണിയായും മറ്റും മെല്ലെ പിൻവലിഞ്ഞു. സ്വർഗത്തിൽ എന്തിന് കട്ടുറുമ്പുകൾ. താരാകൃഷ്ണനുണ്ണിയുടെ വീട്ടിൽ വെച്ച് നടത്തിയ ആഘോഷത്തെപ്പറ്റിയും ബബിത പറഞ്ഞു. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാനും പോയി. അവിടെ ചെന്നപ്പോൾ ഒരു സംശയം തോന്നിയതാ, താരച്ചേച്ചിയുടെ വീട് തന്നെയാണോ ഇതെന്ന്. ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടായിരുന്നു പോയിരുന്നത്. തീറ്റിയും കുടിയും ബിയറാണെന്നാണ് പറച്ചിൽ. എനിക്കിതൊന്നും തിരിച്ചറിയില്ല. ആങ്ങളെയും പെങ്ങളും ഒന്നിച്ചുള്ളപ്പോൾ എനിക്കൊരു ധൈര്യമായിരുന്നു. പക്ഷേ രാത്രിയിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ജോഡിയായിട്ട് തിരിഞ്ഞു. എന്നെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് മറ്റുള്ളവരെവിടെയെന്ന് നോക്കുവാൻ വേണ്ടി പോയ താരച്ചേച്ചി തിരിച്ചു വന്നില്ല. പകരം സിദ്ധാർത്ഥനാണ് വന്നത്. എന്നോട് പറഞ്ഞ താരച്ചേച്ചിയെയും സോണിയ ചേച്ചിയെയും ഒരു മുറിയിലാക്കിയെന്ന്. ജീവൻ ചേട്ടനും സന്തോഷ് ചേട്ടനും വേറൊരു മുറിയിൽ. അവരെ എല്ലാം പറ്റിച്ചിട്ട് പോന്നതാണെന്നാണ് പറഞ്ഞത്. അലീന വർദ്ധിച്ച നെഞ്ചിടിപ്പോടുകൂടി മോളി കേട്ടുകൊണ്ടേയിരുന്നു. ഇനി ഇങ്ങോട്ട് ആരും കയറി വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാതിലിലെ ബോൾട്ട് ഇട്ടിട്ട് എൻ്റെ ബെഡിൽ വന്നിരുന്നു.
ഞാൻ ആകെ പരിഭ്രമിച്ച് എഴുന്നേറ്റു. എന്നെ ബലമായി അവിടെ പിടിച്ചു കിടത്തി. പേടിക്കണ്ട, ഒന്നും ചെയ്യില്ല, വെറുതെ കെട്ടിപ്പിടിച്ച് കിടക്കത്തേ ഉള്ളൂ, സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ എന്നെല്ലാം പറഞ്ഞു. ഇതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തു വെച്ച നാടകമാണെന്നൊന്നും ഞാൻ അറിയുന്നില്ല. ഇഷ്ടപ്പെട്ടയാളാണല്ലോ കൂടെ, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ. അതൊരു രഹസ്യമല്ല, താരച്ചേച്ചിക്കും വീട്ടുകാർക്കും എല്ലാം അറിയാമല്ലോ എന്നുള്ള ധൈര്യവുമുണ്ട്. വർത്തമാനം പറഞ്ഞുകൊണ്ട് കിടക്കുകയാ. ഇതിനിടയിൽ എപ്പോഴോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എങ്ങനെ സമ്മതിച്ചു എന്നും എനിക്കറിയില്ല. ഞാനല്ലാതെയായി തീർന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. രാവിലെ എഴുന്നേറ്റിരുന്ന് കുറെ കരഞ്ഞു. ആശ്വസിപ്പിക്കുവാൻ എത്ര പേരുണ്ടായിരുന്നു. താരച്ചേച്ചി പോലും പറഞ്ഞു, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നയാളല്ലേ, പിന്നെ എന്താന്ന്. എല്ലാവരും കൂടി പറഞ്ഞ് ആ ഒരു വലിയ തെറ്റ് സൽപ്രവർത്തിക്കൊപ്പമാക്കി തന്നു. എൻ്റെ മനോവിഷമം മാഞ്ഞുപോയി എന്നുള്ളത് സത്യമാണ്. ഇത്രയും കേട്ടപ്പോഴേക്കും അലീനയ്ക്ക് ഹൃദയം വിങ്ങി പൊട്ടുന്നത് പോലെ തോന്നി. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഊഹിച്ചിരുന്നതാണെങ്കിലും ഇപ്പോൾ അത് സത്യമാണ് എന്നറിഞ്ഞപ്പോൾ സഹിക്കാനാവാത്ത മനോവ്യഥ. തൻ്റെ അനുജത്തി പതിതയായി തീർന്നുവല്ലോ എന്നുള്ള ആത്മനൊമ്പരം. അലീന സങ്കടത്തോടെ കുനിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബബിത, അലീന ചേച്ചിക്ക് എന്നോടിപ്പം തോന്നുന്ന വികാരം എന്താണെന്ന് എനിക്കറിയാം. അറപ്പും വെറുപ്പും അല്ലേ? അലീന ഒന്നും മിണ്ടിയില്ല. എങ്കിലും സാന്ത്വനം പകരുന്നൊരു തലോടൽ കൊണ്ട് അവൾ തൻ്റെ മനോഗതം അറിയിച്ചു. ബബിത തുടരുകയാണ്. പിന്നെയും 2 തവണ കൂടി ഞാൻ ആ വീട്ടിൽ പോയി ചേച്ചി. ഒരിക്കൽ എല്ലാവരും കൂടി, ഒരു തവണ ഞാനും സിദ്ധാർത്ഥനും മാത്രം. ചെയ്യുന്നത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് തേഞ്ഞുമാഞ്ഞങ്ങില്ലാതെയായി. തെറ്റിനെ ശരിയാക്കാനുള്ള മനക്കണക്കൊക്കെ മനസ്സിലുണ്ട് ഇപ്പോൾ. പരമാവധി 3 വർഷം. അപ്പോഴേക്കും ഞാൻ ഡിഗ്രി എടുക്കും, പിന്നെ കല്യാണം. സിദ്ധാർത്ഥന് ജോലിയുണ്ടല്ലോ. എനിക്ക് കല്യാണം കഴിഞ്ഞാലും ഹയർ സ്റ്റഡീസിന് പോകാം. ഒരു തവണ ഞങ്ങൾ സന്തോഷേട്ടൻ്റെ വീട്ടിൽ പോയി. ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ കേക്കും പാട്ടും കൂത്തും ഡാൻസും മേളവും മദ്യവും എല്ലാം കൂടി ചേർത്ത് ഒരു ബഹളം. സിദ്ധാർത്ഥൻ എനിക്ക് കുടിക്കുവാൻ ബിയർ തന്നു. ബിയറിന്റെ ചവർപ്പൊക്കെ ഉണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മയക്കം വന്നു. കണ്ണുമിഴിച്ചു നോക്കുമ്പോൾ കാണാം, നിഴല് പോലെ ആരൊക്കെയോ ആടുന്നു പാടുന്നു. വീഴാൻ പോയ എന്നെ 2 പേർ ചേർന്ന് താങ്ങി എടുത്തുകൊണ്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. നേരം വെളുത്ത് ഉറക്കം തെളിഞ്ഞപ്പോഴേ എനിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നി. ഇന്നലെ എന്താ സംഭവിച്ചത്? ആരൊക്കെയാ എന്നെ എടുത്തുകൊണ്ട് പോയത്? വേറെ ആരെങ്കിലും എൻ്റെ ബെഡിലുണ്ടായിരുന്നോ? മാഞ്ഞു പോകുന്ന ദുസ്വപ്നം പോലെ എന്തൊക്കെയോ ചില കാഴ്ചകൾ ഓർമ്മയിൽ. സ്വപ്നമാണോ അതോ സത്യമാണോ എന്നറിയില്ല. സിദ്ധാർത്ഥനോട് ചോദിച്ചപ്പോൾ പറയുകയാണ്, ബിയർ നിന്റെ തലയ്ക്ക് പിടിച്ചതാണെന്ന്. ഒടുവിൽ ഞാനതങ്ങ് വിശ്വസിച്ചു. അലീന വീർപ്പടക്കി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബബിത തുടരുന്നു. പിന്നീട് ഒരു തവണ ഞങ്ങൾ റിസോർട്ടിൽ പോയി. അവിടെ വെച്ചും എനിക്ക് ബിയർ തന്നു. അന്നത്തെ പോലെ തന്നെ മയക്കം, തലവേദന. സിദ്ധാർത്ഥൻ റൂമിൽ കൊണ്ടുപോയി കിടത്തി. രാത്രിയിൽ എപ്പോഴോ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ എൻ്റെ ബെഡിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത 2 പേർ. ഞെട്ടിപ്പോയി ഞാൻ. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ അടുത്ത മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ താരചേച്ചിയും സിദ്ധാർത്ഥനും സന്തോഷും കൂടി ഒരേ ബെഡിൽ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല ചേച്ചി. ഞാൻ തകർന്നുപോയി. ബബിത കിതയ്ക്കുവാൻ തുടങ്ങി. ഉടൻ തന്നെ അവൾ വീർപ്പടക്കി. ശ്വാസം വിടുന്നതേയില്ല. അലീന വിളിക്കുകയാണ്, മോളെ മോളെ. തുടർന്ന് ഒരു ദീർഘശ്വാസം എടുത്തിട്ട് ബബിത പറയുകയാണ്, ദുഷ്ടൻ. അതിനുശേഷം അണപൊട്ടും പോലെ അവളുടെ ശ്വാസവും ശാപവാക്കുകളും പുറത്തേക്ക് വന്നു. അതൊരു പിശാചായിരുന്നു ചേച്ചി. മനുഷ്യനൊന്നുമല്ല. ചിരിക്കുകയും സംസാരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മനുഷ്യന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞാൻ അവനെ കൊല്ലണമായിരുന്നു. എന്നെ കൊണ്ടത് പറ്റുമായിരുന്നു. പക്ഷേ ഒരു പിശാചിന്റെ ഹൃദയം എനിക്കില്ലാതെ പോയി. ബബിതയുടെ തേങ്ങലും കിതപ്പും ഇടകലർന്നു. അലീന വിറയാർന്ന ശബ്ദത്തോടു കൂടി ചോദിക്കുകയാണ്, ശരിക്കും എന്താ സംഭവിച്ചത്? അയാൾ എന്നെ വിറ്റതാ ചേച്ചി വേറെ ആളുകൾക്ക്. അവരെല്ലാം ഒരു ഗ്യാങ് ആയിരുന്നു. താരചേച്ചിയും സിദ്ധാർത്ഥനും തമ്മിൽ സഹോദര ബന്ധം പോയിട്ട് അയൽബന്ധം പോലും ഉണ്ടായിരുന്നില്ല. താരചേച്ചിയും സോണിയ ചേച്ചിയും കൂടി സിദ്ധാർത്ഥനും കൂട്ടുകാർക്കും വേണ്ടിയാണ് വല വിരിച്ചത്. ഞാൻ കുടുങ്ങി. എൻ്റെ റൂംമേറ്റ് ആഷ്മിയിലും അവൾക്ക് കണ്ണുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് പേടിയായിരുന്നു. അവൾ വന്നില്ല. നീ സത്യങ്ങളെല്ലാം അറിഞ്ഞുവെന്ന് അവർക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. പക്ഷെ അവർക്ക് കൂസലൊന്നുമില്ല. എന്നെ വിൽക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണ് വളച്ചെടുത്തതെന്ന് അയാൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നിട്ട് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത എൻ്റെ വീഡിയോ എന്നെ കാണിച്ചു തന്നു. സന്തോഷ് ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് കൂടിയപ്പോൾ എടുത്തതാണെന്ന് പറഞ്ഞു. അവിടെ ബെഡിൽ പാതി ബോധം പോലുമില്ലാതെ ഞാൻ, എൻ്റെ കൂടെ സന്തോഷ് ചേട്ടനും ജീവൻ ചേട്ടനും. അവർ ബിയറിൽ മയക്കുമരുന്ന് കലർത്തിയിരുന്നു അത്രേ. ഒക്കെ ഡെലിബറേറ്റായിട്ട് ചെയ്തതാ. മറ്റേ പിശാജ് അവരോടും പണം വാങ്ങിയിട്ടുണ്ടാവും. അലീന ഞെട്ടിപ്പോയി. താൻ ഊഹിച്ചതിനും അപ്പുറമാണ് കാര്യങ്ങൾ. വൻ ചതിയും കൊടും ക്രൂരതയും ഇവരുടെ മേൽ കൊണ്ടാടിയിരിക്കുന്നു. ബബിത പറയുകയാണ്, എന്നിട്ടും അവരെന്നോട് ദയ കാണിച്ചില്ല ചേച്ചി. അവരെന്നോട് പറഞ്ഞു വീഡിയോസ് എല്ലാം ഇന്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യുമെന്ന്. അല്ലെങ്കിൽ അവർ വിളിക്കുന്നിടത്തെല്ലാം ഞാൻ ചെല്ലണം. അവരുമായി ബിസിനസ് നടത്തുന്ന ആൾക്കാരുമായിട്ടൊക്കെ സഹകരിക്കണം. എൻ്റെ ജീവിതം തീർന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അയാളെ കൊല്ലാൻ എൻ്റെ കൈവിറയ്ക്കും. ഞാൻ അതുപോലെ സ്നേഹിച്ചു പോയതല്ലേ ചേച്ചി. പിന്നെ ചിന്തിച്ചപ്പോൾ എന്നെ കൊല്ലാൻ എനിക്ക് സാധിക്കുമല്ലോ. അതല്ലാതെ മറ്റൊരു വഴിയും ഞാൻ കണ്ടില്ല.
ബബിത സകല നിയന്ത്രണവും കവർന്ന് പൊടുന്നനെ വാവിട്ട് കരഞ്ഞു. അലീന അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. കരച്ചിലടങ്ങുവോളം പുറത്ത് തലോടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനൊരവസ്ഥ വരുമ്പോൾ വീട്ടിലുള്ളവരെ ഓർക്കണ്ടേ മോളെ? നിനക്കാരുമില്ലേ? ബബിത വിങ്ങി പൊട്ടിക്കൊണ്ട് പറയുകയാണ്, എല്ലാരെയും ഞാൻ ഓർത്തു ചേച്ചി. അച്ഛനെയും അമ്മയും രോഹിയേട്ടനെയും കൃഷ്ണമോളെയും അലീന ചേച്ചിയെയും എല്ലാവരെയും. അതുകൊണ്ടാ ഞാൻ മരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാനൊരു കത്ത് പോലും എഴുതി വെക്കാതിരുന്നത്. അവൾ വീണ്ടും ഏങ്ങലടിച്ച് കരഞ്ഞു. കരയുന്നത് നല്ലതാണ് എന്ന് അലീനയും കരുതി. ഏതെല്ലാം അഗ്നി പരീക്ഷണങ്ങളെയാണ് അവൾ അഭിമുഖീകരിച്ചതെന്ന് ഓർമ്മ അലീനയെ കിടിലം കൊള്ളിച്ചു. ഒരു പ്രണയ പരാജയം, അല്ലെങ്കിൽ സ്നേഹിച്ചവന്റെ വഞ്ചനയോ കാലുമാറ്റമോ, ഇത്രയെ താൻ ഊഹിച്ചിരുന്നുള്ളൂ. എന്നാലും ഇത്രയും ചെറിയ പ്രായത്തിൽ തന്റെ അനുജത്തിക്ക് ഇത്ര കടുത്ത ദുഃഖാനുഭവം ഉണ്ടായല്ലോ എന്ന ഓർമ്മയിൽ അലീനയുടെ മിഴികൾ നനഞ്ഞു. അല്പനേരത്തിന് ശേഷം അലീനയുടെ കൈത്തണ്ടയിൽ നിന്നും മുഖം മെല്ലെ ഉയർത്തിയിട്ട് ബബിത ചോദിക്കുകയാണ്, ഞാൻ ചീത്തയായി പോയല്ലോ എന്ന് ഓർത്തിട്ട് അലീന ചേച്ചിക്ക് എന്നോട് വെറുപ്പൊന്നും തോന്നുന്നില്ലേ? കണ്ണുനീര് വീണ് ഈറനായ കവിളത്ത് അലീന ഒന്ന് തഴുകി. ചെന്നിയിലും കവിളത്തും നനഞ്ഞു പറ്റിപ്പിടിച്ച മുടിനാരുകൾ വാത്സല്യത്തോടെ ഒതുക്കി വെച്ചു. എന്നിട്ട് പറയുകയാണ്, ഇല്ല, ഒട്ടും വെറുപ്പില്ലെന്ന് മാത്രമല്ല, ഇഷ്ടക്കൂടുതലേ ഉള്ളൂ കേട്ടോ. അവളുടെ മുഖമെടുത്ത് അലീന തൻ്റെ മുഖത്തോട് ചേർത്തു. അവളുടെ കണ്ണിൽ ഒരു ഉമ്മയും നൽകി. എന്നിട്ട് വല്ലാത്ത ഗദ്ഗതത്തോടെ പറയുകയാണ്, സങ്കടമുണ്ട് ചേച്ചിക്ക്, എന്നാലും സാരമില്ല, എൻ്റെ മോള് ജീവിച്ചിരിപ്പുണ്ടല്ലോ, അത് മതി. അലീന അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. നീ ആത്മഹത്യ ചെയ്യാൻ പോയിന്ന് കേട്ടപ്പോൾ അതിൻ്റെ പിറകിൽ ഇത്രയും വലിയൊരു കൊടും ചതി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. സാരില്ല, നമ്മളിതിനെയെല്ലാം മറികടന്നല്ലോ. ഇനി എപ്പോഴും ഓർത്തോണം, ആരൊക്കെ ഇല്ലെങ്കിലും നിനക്ക് ഞാനുണ്ടെന്ന്. ഉടനെ ഒരു വിതുമ്പലോടെ ബബിത ചോദിക്കുകയാണ്, എന്നോട് ക്ഷമിക്കോ ചേച്ചി? ഛേ, നീ ഇങ്ങനെയൊന്നും ചോദിക്കരുത് മോളെ. ആർക്കും ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല ചേച്ചി. ആരോടും ഒന്നും പറയാതെ പോണോന്ന് വിചാരിച്ചതാ ഞാൻ. എൻ്റെ സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആരും ഇല്ലെന്നാണ് ഞാൻ കരുതിയത്. എനിക്കിപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒറ്റയാളെ ഈ ലോകത്തുള്ളൂ. എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവല്ലേ ചേച്ചി? ഇല്ലടാ, ഇല്ല, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടിട്ട് പോവില്ല ചേച്ചി. ഞാൻ പറഞ്ഞതൊന്നും ആരോടും പറയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. അച്ഛനോട് പറയണ്ടേ മോളൂ? വേണ്ട, ആരോടും പറയരുത്. ചേച്ചിയല്ലാതെ ഈ ലോകത്ത് വേറൊരാളിതൊന്നും അറിയരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ മരിച്ചു കളയും. നിന്നെ ദ്രോഹിച്ചവർക്ക് ശിക്ഷ കിട്ടണ്ടേ? അവർക്ക് ശിക്ഷ കിട്ടും ചേച്ചി. അവരെ ഈശ്വരൻ വെറുതെ വിടുമോ? മോളെ, നിനക്ക് പകരം നാളെ അവർ മറ്റൊരിരയെ കണ്ടുപിടിക്കും. നിന്നെ എങ്ങനെ വലയിൽ വീഴ്ത്തിയോ അതേ ചിലന്തി വര തന്നെ അവർ മറ്റൊരിടത്തും വിരിക്കും. നിനക്കുണ്ടായ അനുഭവങ്ങളെ നാളെ നിന്നെപ്പോലെ വേറൊരു പെൺകുട്ടിക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടത് ചെയ്യേണ്ടത് നിന്റെയും എൻ്റെയും കടമയാണ്. തെറ്റ് ചെയ്യുന്നിടത്തോളം തന്നെ കുറ്റകരമാണ് അവനവൻ്റെ കടമ ചെയ്യാതിരിക്കുന്നതും. നാളെ അവരുടെ കയ്യിലിരിക്കുന്ന വീഡിയോസ് ഇന്റർനെറ്റിലൂടെയോ മൊബൈൽ ഫോണുകളിലൂടെയോ നാടൊട്ടുക്ക് പ്രചരിപ്പിക്കുകയില്ലെന്ന് എന്താണ് ഉറപ്പ്? പെട്ടെന്ന് ബബിതയുടെ മുഖത്തൊരു നടുക്കം ദൃശ്യമായി. അവൾ ചോദിക്കുകയാണ്, അവരങ്ങനെ ചെയ്യുമോ ചേച്ചി? ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോയെന്നറിഞ്ഞിട്ടും അവർക്കങ്ങനെ ചെയ്യാൻ തോന്നുമോ? മോളെ, പെണ്ണിന്റെ ശരീരം വിറ്റ് കാശ് വാങ്ങി പോക്കറ്റിലിടാൻ ഒരു മടിയുമില്ലാത്തവർക്ക് എന്ത് ചെയ്യാനും ഒരു മനസാക്ഷിക്കുത്തും ഉണ്ടാവില്ല. ബബിത ദയനീയമായ അലീനയുടെ മുഖത്തേക്ക് നോക്കി. ബബിതയുടെ മുഖമെടുത്ത് തൻ്റെ കവളത്തേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എന്നെ വിശ്വാസമില്ലേ നിനക്ക്? നിനക്ക് ദോഷമായി വരുന്നതൊന്നും ഞാൻ ചെയ്യില്ല. നീ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് ഒരിക്കലും ഞാൻ ആരോടും പറയുകയുമില്ല. പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, എല്ലാവരുടെയും മനസ്സിൽ ചില ഊഹാപോഹങ്ങളുണ്ട്. ഇത്രയും വലിയൊരു കടുങ്കൈ നീ ചെയ്യണമെങ്കിൽ അതിന് പിൻപിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഓരോരുത്തരുടെയും മനസ്സ് പറയുന്നുണ്ട്. ബബിത അത് കേട്ടുകൊണ്ട് നിമിഷങ്ങളോളം മൗനമായി കിടന്നു. എന്നിട്ട് ഒരു ദീർഘനിശ്വാസം എടുത്തു. ഞാൻ മരിച്ചു പോകുന്നതായിരുന്നു നല്ലത് അല്ലേ? ഉടനെ അലീന അവളെ വിളിക്കുകയാണ്, മോളെ, നിന്നെ എനിക്ക് വിട്ടതാ. ഞാൻ വിട്ടു തന്നല്ലോ ചേച്ചി. ഇല്ല, നീ നിന്നെ തന്നെ ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ബബിത വീണ്ടും ഒരു ദീർഘനിശ്വാസം എടുത്തു. തുടർന്ന് അലീനയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറയുകയാണ്, ഞാൻ വിട്ടു തന്നിരിക്കുന്നു. എന്നെ എന്തു വേണമെങ്കിലും ചെയ്തു. പക്ഷെ എന്നെ വിട്ടിട്ട് പോകരുത്. കുളത്തുപുഴയ്ക്ക് പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോവോ? അതെന്തിനാ? ഈ വീട് എനിക്ക് മടുത്തു ചേച്ചി. എനിക്കിനി ഇവിടെ വയ്യ. ചേച്ചിയുടെ കൂടെ ജീവിച്ചാൽ മാത്രം മതി എനിക്ക്. അപ്പോൾ നിനക്ക് പഠിക്കണ്ടേ മോളെ? വേണ്ട ചേച്ചി, എന്നെ ഉപേക്ഷിച്ചു പോവല്ലേ? ഇല്ലടാ, ഇല്ല, നീ സമാധാനമായിരിക്കെ. ഇത് പറഞ്ഞുകൊണ്ട് അലീന വീണ്ടും അവളുടെ പുറത്ത് തഴുകി. കുറെ കഴിഞ്ഞപ്പോൾ അവൾ മയക്കം പിടിച്ചു. അവളുടെ ഹൃദയഭാരം ഇറക്കി വെച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ തൻ്റെ ഹൃദയത്തിന്റെ ഭാരം വർദ്ധിച്ചത് അലീന തിരിച്ചറിഞ്ഞു. തുടർന്ന് കാണുന്നത് മനുശങ്കറും രോഹിത്തും കൂടി ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങിയെത്തുന്ന കാഴ്ചയാണ്. കൃഷ്ണച്ച സ്കൂളിലേക്ക് പോയി. ബാലചന്ദ്ര മേനോൻ ജ്വല്ലറിയിലും പോയി. ബബിതയും അലീനയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. പ്രഭാത ഭക്ഷണത്തിന്റെ സമയം കഴിഞ്ഞു. ഉച്ചയൂണിന്റെ സമയം എത്തിയിട്ടുമില്ല. അലീന അവർക്ക് ചായ ഇട്ട് കൊടുത്തു. അപ്പോൾ മനുശങ്കർ പറയുകയാണ്, കഴിക്കാനൊന്നും എടുക്കണ്ട, ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവനൊരു പ്ലാസ്റ്റിക് സഞ്ചി ഹാളിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന് അലീനയുടെ കയ്യിലേക്ക് കൊടുത്തു.
ഒരു കേക്കും ഓറഞ്ചും ആപ്പിളും കുറച്ച് മുന്തിരിങ്ങയും. അയ്യോ, ഇതെല്ലാം കൂടി എന്തിനാ വാങ്ങിച്ചത്? എന്തിനാണെന്നൊന്നും ചോദിക്കരുത്, ഇങ്ങോട്ട് എടുത്തു വെച്ചാൽ തിന്ന് കാണിക്കാം, മനുശങ്കർ കുസൃതിയോടുകൂടി പറയുകയാണ്. അലീന ഫ്രൂട്ട്സ് കഴുകി പ്ലേറ്റുകളിൽ വെച്ചു കൊടുത്തു. കേക്കും മുറിച്ചു വെച്ചു. അപ്പോൾ മനുശങ്കർ അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഇവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അത് പറഞ്ഞില്ലല്ലോ. ഇവിടെ എന്തു വിശേഷമാ മനുവേട്ടാ? ബാംഗ്ലൂരിലെ വർത്തമാനം കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെയുള്ളവർ. അത് ശരി, ബബിത നോർമലായോ? അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. എൻ്റെ കൂടെ നിന്ന് എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. രാവിലെ മുറ്റമടിക്കും, വീടെല്ലാം തൂത്തു തുടയ്ക്കും, പിന്നെ അടുക്കളയിലും സഹായിക്കും. അപ്പോൾ മനുശങ്കർ പുഞ്ചിരിയോടുകൂടി ചോദിക്കുകയാണ്, മരിക്കണമെന്നുള്ള വാശിയൊക്കെ മാറിയോ? ഏയ്, അങ്ങനെ നിസ്സാരമാക്കല്ലേ മനുവേട്ടാ. അവളുടെ ജീവിതത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് അവളല്ലേ. അത് കേട്ടുകൊണ്ട് മനുശങ്കർ അലീനയെ സൂക്ഷിച്ചൊന്ന് നോക്കി. എന്തെങ്കിലും നിന്നോട് വിട്ടു പറഞ്ഞോ അവൾ? പറയാതെയും ചില കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. മനുശങ്കർ ഒരു കഷ്ണം കേക്കെടുത്ത് വായിൽ വെച്ചിട്ട് പറയുകയാണ്, ആ ഓക്കെ, ഞാൻ ആ വിഷയം വിട്ടു. അപ്പോൾ രോഹിത് പറയുകയാണ്, ഞങ്ങൾ കൊല്ലപ്പള്ളിയിൽ ചെന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അമ്മ അവിടെ നിന്നും താമസം മാറ്റി. താമസം മാറ്റിയെന്നോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഇടപ്പാടിയിലോ മറ്റോ ഒരു വാടക വീട്ടിലാണെന്ന് കേൾക്കുന്നു. ഒറ്റയ്ക്കാണോ? ഏയ്, ഞങ്ങൾ കണ്ടില്ല. ഒരു വീടിൻ്റെ അപ്സ്റ്റെയർ ആണെന്ന് കേട്ടു. താഴെ ഹൗസ് ഓണറും ഫാമിലിയുമുണ്ട്. എന്താ കൊല്ലപ്പള്ളിയിൽ നിന്ന് പോകാനുണ്ടായ കാരണം? അതിന് മനുശങ്കറാണ് മറുപടി പറഞ്ഞത്. അച്ഛനുമായിട്ട് ഉടക്കി. ആൻറ്റി ഡിവോഴ്സ് കേസുമായിട്ട് ഫാമിലി കോർട്ടിൽ പോകുന്നത് അച്ഛൻ എതിർത്തു. ഉടനെ അലീന അമ്പരപ്പോട് കൂടി ചോദിക്കുകയാണ്, കേസ് കൊടുത്തോ കുടുംബ കോടതിയിൽ? കോടതിയിലെത്തിയോ എന്നെനിക്കറിയില്ല. വക്കീലിനെ കണ്ട് വക്കാലത്ത് കൊടുത്തുന്ന അച്ഛൻ പറഞ്ഞത്. അലീനയുടെ മുഖത്ത് പെട്ടെന്നൊരു മ്ലാനത വ്യാപിച്ചു. ചായ കുടിച്ച് എഴുന്നേൽക്കുന്നതിനിടയിൽ മനുശങ്കർ അലീനയോട് പറഞ്ഞു, ഫ്രീ ആകുമ്പോൾ നീ രോഹിത്തിന്റെ മുറിയിലേക്കൊന്ന് വരണേ, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. തുടർന്ന് അവർ രോഹിത്തിന്റെ മുറിയിലെത്തി. അല്പം കഴിഞ്ഞപ്പോൾ അലീനയും ചെന്നു. അവൾക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. അമ്മയെപ്പറ്റിയാണ് മനുവേട്ടൻ സംസാരിക്കാൻ പോകുന്നതെന്ന് അവൾ വിചാരിച്ചു. അപ്പോൾ മനു പറയുകയാണ്, വേറൊന്നും അല്ല ലീന, ഹരിയുടെ കാര്യമാണ്. അവനൊരു തെറ്റ് ചെയ്തു പോയി. പ്രായത്തിൻ്റെ തിളപ്പും അഹങ്കാരവും വിവരക്കേടും ഒക്കെ കൊണ്ടായിരിക്കാം. എന്തായാലും അവൻ ചെയ്തതിൻ്റെ ദോഷം അവൻ്റെ ഭാവിയെയും ബാധിക്കും. അവനാണെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഈ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യാഞ്ഞിട്ട് കോഴഞ്ചേരിയിൽ അങ്കിളിൻ്റെ കൂടെ താമസിക്കുക. അവനത് പറയുമ്പോൾ അലീന മനുശങ്കറിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടു നിന്നു. അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒരു പതർച്ച അനുഭവപ്പെട്ടു. മുഖം നേരെ നിൽക്കുന്നില്ല. മനു വീണ്ടും പറയുകയാണ്, ഇപ്പോൾ അവൻ്റെ കേസ് വിചാരണയ്ക്ക് വരാൻ പോവുക. ശിക്ഷിക്കപ്പെട്ടാൽ അവൻ്റെ ഭാവി അതോടെ തീർന്നു. ബലാത്സംഗ കുറ്റത്തിനൊക്കെ വലിയ ശിക്ഷയാണ്. അങ്ങനെ സംഭവിച്ചാൽ അവൻ്റെ നല്ല പ്രായം ജയിലിലങ്ങ് പോകും. ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷയൊക്കെ ഇതിനകം തന്നെ അവൻ അനുഭവിച്ചു കഴിഞ്ഞു. അത് കേട്ടുകൊണ്ട് പെട്ടെന്ന് അലീന ചോദിക്കുകയാണ്, പിന്നെ എന്തിനാ മനുവേട്ട ഈ കോടതിയും വിചാരണയും ശിക്ഷയും ഒക്കെ? അലീന, രോഹിത്തിന് വേണ്ടി നീ ആ പെണ്ണിൻ്റെ അടുത്ത് പോയി കെഞ്ചി. അത് രോഹിത് നിന്റെ ആങ്ങളെയാണെന്ന് അറിയാവുന്നത് കൊണ്ടാ. ഇല്ലെങ്കിൽ നീ അത് ചെയ്യില്ല. ഹരിയും നിന്റെ ആങ്ങളയുടെ സ്ഥാനത്താണ്. അപ്പോൾ മനുവേട്ടനോ? തർക്കിക്കാൻ വേണ്ടി അല്ല അലീന. നീ ആ പെണ്ണിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാനൊന്നും പോകണമെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതൊന്നും വേണ്ട. രോഹിത് ഹരിക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുക്കാതിരുന്നാൽ മതി. ഹരി ആ പെണ്ണിനെ ഉപദ്രവിക്കുന്നത് രോഹിത് കണ്ടിട്ടില്ല. അവൾക്കതുകൊണ്ടൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. മാത്രവുമല്ല, രോഹിത് അവളെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ? നിന്റെ കൈ പിടിച്ചല്ലേ അവൾ സർവൈവ് ചെയ്തത്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിച്ചു കാണുന്നത് ഒരു നെഗറ്റീവ് സംതൃപ്തി മാത്രമേ തരികയുള്ളൂ. അലീന മനുവിൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, മനുവേട്ടനാണോ അതോ ശിവശങ്കരനങ്കിളാണോ എന്നോടിപ്പോൾ സംസാരിക്കുന്നത്? അച്ഛൻ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. എനിക്കിത് നിന്നോട് പറയാൻ ചളിപ്പുണ്ട് എന്നുള്ളത് സത്യമാണ്. എൻ്റെ അനുജൻ്റെ ജീവിതമായതുകൊണ്ട് മാത്രമാണ് പറയേണ്ടി വരുന്നത്. മനുവേട്ട, ആ അനുജൻ ഒരിക്കൽ എന്നെയും ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതേ മുറിയിൽ വെച്ച് അന്നത് സംഭവിച്ചിരുന്നെങ്കിൽ മനുവേട്ടൻ ഇന്ന് എൻ്റെ മുൻപിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുമായിരുന്നോ? മനുശങ്കറിൻ്റെ മുഖം വിളറി. രോഹിത് പെട്ടെന്ന് അലീനയുടെ മുഖത്തു നിന്ന് നോട്ടം അങ്ങ് മാറ്റിക്കളഞ്ഞു. അപ്പോൾ മനുശങ്കർ വീണ്ടും പറയുകയാണ്, അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ അലീന. ചില കേസുകൾ കക്ഷികൾ തമ്മിൽ ഒത്തുതീർപ്പാക്കാറുണ്ട്. ലോകത്ത് അങ്ങനെയും നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടാണത്. ഒന്ന് നിർത്തിയതിനു ശേഷം അലീനയുടെ മുഖത്തേക്ക് അവൻ നോക്കി. അവൻ വീണ്ടും തുടരുകയാണ്, അച്ഛൻ എന്തു വേണമെങ്കിലും കൊടുക്കും. പണമോ ജോലിയോ വീടോ സ്ഥലമോ എന്തും. ഹരി ഒരു ചെറുപ്പക്കാരനല്ല അലീന. 24 വയസ്സ്. അവന് തിരുത്താൻ ഒരു അവസരം കൊടുക്കണ്ടേ? അതിന് അലീന, അവസരം കൊടുക്കാൻ മനുവേട്ട, പകരം അവൾക്കും തിരുത്താൻ ഒരു അവസരം കൊടുക്കണം. പെട്ടെന്ന് മനുശങ്കർ അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, നീ ആ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. മനുവേട്ടന് ശരണ്യെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അനുജന്റെ ഭാവി രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു ത്യാഗം. വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമ്പോൾ രണ്ടു ഭാഗത്തും വേണമല്ലോ. നല്ല പെൺകുട്ടിയാണ്, ബുദ്ധിയുണ്ട്. അവൾ പഠിച്ച് ഒരു ഡോക്ടറായി കഴിവ് തെളിയിക്കും. അത് കേട്ടപ്പോഴേക്കും മനുശങ്കറിന്റെ മുഖം പാടെ വിളറിപ്പോയി. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട മനുവേട്ട, മനുവേട്ടന്റെ അനുജൻ കല്യാണം കഴിച്ചാലും മതി. മനുശങ്കർ അപമാനിതനെ പോലെ നിൽക്കുകയാണ്. വീണ്ടും അലീന പറയുകയാണ്, അതും ബുദ്ധിമുട്ടാണെന്നറിയാം.
ശരണ്യ താണജാതിക്കാരിയാണല്ലോ, സ്വത്തും പണവും ഒന്നുമില്ല. ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി വെക്കുമ്പോൾ അതിനൊക്കെയാണല്ലോ പ്രാധാന്യമുള്ളത്. പെണ്ണിനോട് എന്തുമാകാം മനുവേട്ട. സ്വന്തം അനുജത്തി സ്നേഹിച്ചത് ഒരു ക്രിസ്ത്യാനി ചെക്കനെ ആയതുകൊണ്ട് അവരെ തമ്മിൽ പിരിച്ചകറ്റി, തുടർന്ന് അവൾ പ്രസവിച്ച കുഞ്ഞിനെ അനാഥാലയത്തിലേക്ക് എറിഞ്ഞ് കൈയും കഴുകി വെടിപ്പാക്കി സ്വസ്ഥമായിട്ടിരിക്കുന്ന ആങ്ങളമാരിൽ ഒരാളല്ലേ മനുവേട്ടന്റെ അച്ഛൻ. ആ അച്ഛനും മകനും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ. തുടർന്ന് അലീന രോഹിത്തിന്റെ നേർക്ക് തിരിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, നീ എൻ്റെ അനുജനാണല്ലോ എന്ന് വിചാരിച്ചു മാത്രമല്ല ഞാനന്ന് ശരണ്യെ കാണാൻ പോയത്. ഹരിശങ്കർ ഒരുക്കിയ കെണിയിൽ നീ പെട്ടുപോയതാണെന്ന് അറിയാവുന്നത് കൊണ്ടാ. നീ വെറും ഒരു കാഴ്ചക്കാരൻ മാത്രമായിരുന്നുവെന്ന് ബോധ്യമുള്ളത് കൊണ്ടാ അവൾ നിനക്ക് അനുകൂലമായിട്ട് നിന്നത്. ഇന്ന് നിനക്ക് വേണമെങ്കിൽ കാലു മാറ്റി ചവിട്ടാം, അവൾക്കെതിരെ മൊഴി മാറ്റിക്കൊടുക്കുകയും ചെയ്യാം. അതെല്ലാം നിന്റെ ഇഷ്ടം. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി നീ മനസ്സിൽ വെച്ചു. ഒരാത്മഹത്യാശ്രമം നടത്തി മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്ന ഒരു പെണ്ണ് ഇവിടെയുമുണ്ട്, എൻ്റെയും നിന്റെയും അനുജത്തി. നാളെ അവളെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കുവാൻ ഓഫറുകളായിട്ട് പലരും വന്നെന്നിരിക്കും. അവരെ നിരാശപ്പെടുത്തരുത്. അവൾ ഇതുവരെ മനസ്സ് തുറക്കാതിരുന്നത് കൊണ്ടാ അറസ്റ്റും പത്രവാർത്തയും TV ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസും ഒന്നും വരാത്തത്. രോഹിത്തിന്റെ മുഖം താണുപോയി. അലീന മെല്ലെ തിരിഞ്ഞ് മുറി വിട്ടിറങ്ങി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.